പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുമായി ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ യോഗ്യതകളോ ഒന്നുമല്ല. സ്വർഗത്തിലെ അപ്പൻ എന്നെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ സ്നേഹിച്ചതുകൊണ്ട്, അപ്പൻ എന്നോട് കരുണ കാണിച്ചതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരുമിച്ച് ദൈവവചനവുമായി ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹം അവൻ ഒരിക്കൽ കൂടെ പങ്കുവയ്ക്കുവാൻ കർത്താവ് അവൻ അവസരം നൽകി. നിങ്ങളും ആയിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെ സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി പേരുടെ വിലയേറിയ പ്രാർത്ഥന, വിവിധ സപ്പോർട്ടുകൾ, അമേൻ പ്രേഷർ ഫാമിലി, അമേൻ കുടുംബാംഗങ്ങൾ ഓരോരുത്തരുടെയും വിലയേറിയ അമേൻ ഹല്ലേലൂയ സപ്പോർട്ടുകൾ, പ്രാർത്ഥനകൾ, അമേൻ ഹല്ലേലൂയ സ്നേഹത്തിനും ഒക്കെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ നന്ദിയും സ്നേഹവന്ദനത്തെയും അമേ രേഖപ്പെടുത്തുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധമായി ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവകൃപയിൽ മൂടി മറച്ച് ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിച്ച് അമേൻ ഹല്ലേലൂയ ദൈവം അമേൻ തിരുവചനത്തിൽ എന്തൊക്കെ വാഗ്ദത്തങ്ങൾ, അനുഗ്രഹങ്ങൾ, അമേൻ ഏതൊക്കെ തരത്തിൽ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതേ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ഒത്തിരി നൽകി സമൃദ്ധമായി ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ലോകം പറയും നീ പട്ടുപോകും, അമേൻ ലോകം പറയും നീ ക്ഷീണിച്ചു പോകും, ലോകം പറയും ഇതോടെ അമേൻ നീ നശിച്ചു പോയി, നീ ഇനി എഴുന്നേൽക്കത്തില്ല. അമേൻ ലോകത്തിന് പറയുവാനേ കഴിയത്തുള്ളൂ, പ്രവർത്തിക്കുന്നത് നമ്മുടെ കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. ശത്രുവിന് പറയുവാനേ കഴിയത്തുള്ളൂ, പക്ഷേ വിടുതൽ തരുന്നത് ദൈവം. പിശാചിന് ആമേൻ ഹല്ലേലൂയ നമ്മളെ ഒന്ന് കുലുക്കുവാനേ പറ്റത്തുള്ളൂ, പക്ഷേ പിഴുതെറിയുവാൻ കഴിയത്തില്ല. കാരണം നമ്മൾ അമേൻ കർത്താവിനാൽ വിതയ്ക്കപ്പെട്ട വിത്തുകളാണ്. നമ്മുടെ വേര് കിടക്കുന്നത് ആഴത്തിൽ, അതേ ക്രിസ്തു എന്ന പാറമേൽ ആമേൻ നമ്മൾ അടിസ്ഥാനമിട്ടിരിക്കുന്നു. അതുകൊണ്ട് പിശാചിൻ്റെ തന്ത്രങ്ങളെ ആമേൻ ജയിക്കുവാനുള്ള അധികാരം, പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് മുൻപിലോട്ട് കടന്നു പോകുവാനുള്ള ദൈവിക കൃപ, ദൈവിക പരിജ്ഞാനം, ദൈവിക സമാധാനം നൽകി ഓരോരുത്തരെയും കർത്താവായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവ് പരിപാലിക്കട്ടെ. കഴിഞ്ഞ ഓരോ മെസ്സേജുകളും നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹത്തിനും അത്ഭുതത്തിനും വിടുതലിനും കാരണമായി തീർക്കുന്നു എന്ന് കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അമേൻ ഹല്ലേലൂയ. തുടർന്നും അമേൻ മെസ്സേജുകളൊക്കെ നിങ്ങളുടെ ജീവിതങ്ങൾക്കകത്ത് വലിയ വിടുതലുകളും വലിയ അത്ഭുതങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നതിന് കാരണമാക്കി തീർക്കട്ടെ. ഞാൻ വീണ്ടും പറയാം, ഞങ്ങളുടെ ആരുടെയും കഴിവോ മിടുക്കോ ഒന്നും അല്ല. ആമേൻ ഹല്ലേലൂയ. നിങ്ങൾ കണ്ണുനീരോടുകൂടെ ആയിരിക്കുന്നത് സ്വർഗ്ഗത്തിലെ അപ്പൻ കണ്ടിട്ട് ആമേൻ ഹല്ലേലൂയ ഞങ്ങളിലൂടെ ആമേൻ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ആമേൻ സ്വർഗ്ഗത്തിലെ അപ്പൻ നമ്മളോട് സംസാരിക്കും. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണ്. അത് ആര് പ്രസംഗിച്ചാലും, ആര് ആമേൻ ദൈവത്തിൻ്റെ വചനം സംസാരിച്ചാലും ജീവനും ചൈതന്യവുമുള്ള വചനം ആമേൻ നിങ്ങളുടെ അടുത്ത് എത്തുമെങ്കിൽ ആമേൻ നിശ്ചയമായും മരവിച്ചിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ജീവനും ചൈതന്യവും ഉണ്ടാകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അല്പസമയ ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 127 അധ്യായം അതിൻ്റെ 2 വാക്യം അവസാന ഭാഗം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 127 അധ്യായം 2 വാക്യം അതിൻ്റെ അവസാന ഭാഗം. തൻ്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തൻ്റെ പ്രിയനോ അവൻ അമേൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ, എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു എത്ര വല്ലവൻ, എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു എത്ര വല്ലവൻ. മനോഭാരത്താൽ വലഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ് മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ
യേശു എത്ര വിശ്വസ്ത, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. രോഗശയ്യയിൽ എനിക്കു വൈദ്യൻ, ശോകവേളയിൽ ആശ്വാസകൻ, കോടും വെയിലാതിൻ തണലുമാവൻ. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, കോടും വെയിലാതിൻ തണലുമാവൻ. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ യേശു എത്ര നല്ലവനെന്ന് ആമേൻ എത്ര ആമേൻ പറഞ്ഞാലും ആമേൻ ഹല്ലേലൂയ എനിക്ക് മതി വരത്തില്ല കേട്ടോ. നിങ്ങൾക്കും അതുപോലെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നടത്തുന്ന വിധങ്ങളെ ഓർത്താൽ, കർത്താവ് പരിപാലിക്കുന്ന വിധങ്ങളെ ഓർത്താൽ ആമേൻ എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. എത്ര സ്തുതിച്ചാലും, ആയിരം നാവുകൾ കൊണ്ട് വർണ്ണിച്ചാലും, ആയിരം പാട്ടുകൾ പാടിയാലും ആമേൻ എത്ര ആമേൻ ദൈവത്തെക്കുറിച്ച് ആമേൻ ഹല്ലേലൂയ പറഞ്ഞാലും തീരാത്ത ആമേൻ ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. ഒത്തിരി ആമേൻ ഹല്ലേലൂയ ആമേൻ ദൈവം എത്ര നല്ലവനെന്ന് പറയുവാൻ ആമേൻ ഒത്തിരി കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ജീവിച്ചിരിക്കുന്നത് തന്നെ ആമേൻ ദൈവത്തിൻ്റെ അത്ഭുത കരമാണ്. ആമേൻ കർത്താവ് സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രം, ആമേൻ കർത്താവ് നമ്മളോട് കരുണ കാണിക്കുന്നത് കൊണ്ട് മാത്രം. ആമേൻ അതേ മാതാവേ, നീ ഇന്നും ജീവനോടെ ആയിരിക്കുന്നത് നീ വിളിച്ചു പറ. ആമേൻ ഹല്ലേലൂയ. ഞാൻ ഈ രോഗത്തിൻ്റെ നടുവിലും, ഞാൻ ഈ കഷ്ടതയുടെ നടുവിലും ഇന്നും ജീവിച്ചിരിക്കുന്നത് ആമേൻ സ്വർഗത്തിലെ അപ്പൻ എന്നോട് കരുണ കാണിക്കുന്നത് കൊണ്ട്, അല്ലാതെ നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ ഈ ലോകത്തിൽ പറയുവാൻ ആമേൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആമേൻ യോഗ്യതകൾ ഉണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ തെറ്റ്. ആമേൻ നല്ലവരാരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഹല്ലേലൂയ. നമ്മളൊക്കെയും പാപികൾ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഇന്ന് ആമേൻ ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, ആമേൻ അവൻ നമ്മളെ കരുതിയത് കൊണ്ട് മാത്രമാണ്, അവൻ നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ്, അവൻ നമ്മളോട് ദയ കാണിച്ചത് കൊണ്ട് മാത്രമാണ് ഈ ഭൂമിയുടെ ഭൂപ്പരപ്പിൽ ഒരു പ്രാവശ്യം കൂടെ മറ്റൊരാൾക്ക് ലഭിക്കാനുള്ള മകൾ ഭാഗ്യം, മറ്റാർക്കും കിട്ടാത്തൊരു മകൾ ഭാഗ്യം സ്വർഗത്തിലെ അപ്പൻ നമുക്ക് വേണ്ടി ആമേൻ നൽകിയത്. അതുകൊണ്ടാ ജീവനോടെ ഇന്ന് ഞാനും നിങ്ങളും ആമേൻ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടായിരിക്കുന്നത്. മറന്നു പോകരുതേ. ആരെങ്കിലും ദൈവത്തെ മറന്ന് ആമേൻ ദൈവം നടത്തിയ വിധങ്ങളെ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്നത് പൊടി തട്ടിക്കുടഞ്ഞ് എഴുന്നേറ്റ് ആമേൻ ദൈവസന്നിധിയിൽ ആമേൻ ക്ഷമ ചോദിച്ച് ദൈവസന്നിധി നിരപ്പ് പ്രാപിച്ച് മുൻപോട്ട് കടന്നുപോയേ നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. നിങ്ങളുടെ അവസ്ഥകൾ മാറും, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ആമേൻ എന്നും ആമേൻ നിന്നെ ഈ പ്രശ്നത്തിൽ ഇട്ട് കളയുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ പ്രശ്നം വരുമ്പോൾ മാത്രം ദൈവത്തെ മതി, പ്രതികൂലം വരുമ്പോൾ മാത്രം ദൈവത്തെ മതി, ആവശ്യമുള്ളപ്പോൾ മാത്രം ദൈവത്തെ മതി. നോ അങ്ങനെ ഒരു ആമേൻ ഹല്ലേലൂയ ആമേൻ ജീവിതം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകരുതേ. എന്തൊക്കെ സംഭവിച്ചാലും, കഷ്ടത വന്നാലും, ഞെരുക്കം വന്നാലും, ആമേൻ ബുദ്ധിമുട്ട് വന്നാലും, ദാരിദ്ര്യം വന്നാലും, കലക്കമുണ്ടായാലും, ആമേൻ ജീവിതത്തിൽ ലഭിക്കേണ്ട സന്തോഷം ഒന്നും എനിക്ക് കിട്ടിയില്ലേലും
അപ്പാ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ പിന്മാറത്തില്ല, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ മാറിപ്പോകത്തില്ല. അങ്ങനെ ഒരു വിശ്വാസം, ആമേൻ, ദൈവത്തോടൊപ്പം പറ്റിച്ചേർന്ന് നടക്കുന്ന ഒരു വിശ്വാസം നിന്റെ ജീവിതത്തിനകത്തുണ്ടോ? നിശ്ചയമായും നീ താഴ്ച പ്രാപിക്കത്തില്ല, ഉയർച്ച പ്രാപിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ ആര് സ്വർഗത്തിലെ അപ്പനോടൊപ്പം ചേർന്നിരിക്കുവാൻ തയ്യാറാണോ അവരെ ഒരു കാലത്തും സ്വർഗത്തിലെ അപ്പൻ കൈവിടത്തില്ല. കഷ്ടകാലത്തും, ആമേൻ, ഹല്ലേലൂയ, സങ്കടകാലത്തും വ്യസനകാലത്തും ജീവിതത്തിന്റെ ഏത് പ്രശ്നത്തിന്റെ നടുവിലും നീ ദൈവസന്നിധിയിൽ ആമേൻ കൂടെ നടന്നാൽ, നീ ദൈവത്തോടൊപ്പം കൂടെ ഇരുന്നാൽ, ആമേൻ, യാക്കോബിനോട് പറഞ്ഞതുപോലെ, ആമേൻ, ഹല്ലേലൂയ, നിന്നെ അവൻ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ നദിയിൽ കൂടെ കടന്നു പോയാൽ അത് നിന്റെ തലമേൽ കവിഞ്ഞു പോകത്തില്ല. ആമേൻ, ഹല്ലേലൂയ. നീ അഗ്നിയിൽ കൂടെ തീച്ചൂളയിൽ കൂടെ നടന്നാൽ നീ വെന്തു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം എന്ത്? നീ ദൈവത്തിന്റെ കൂടെ നടക്കുന്ന ഒരു ദൈവ പൈതല, നീ തികച്ചും വ്യത്യസ്തന. നിന്റെ കൂടെ നടക്കുന്നവർക്ക് പ്രതികൂലം വരുന്നു. എന്തുകൊണ്ട്? നീ ജീവനോടെ ഇരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അത് ദൈവം നിന്നെ നടത്തുന്നത് കൊണ്ടാ. കഷ്ടതയായാലും തീച്ചൂളയായാലും പ്രതികൂലം വർദ്ധിച്ചു വന്നാലും കാറ്റും കോളും തിരമാലകളും നിന്റെ ജീവിതത്തിന്റെ പടകിന് നേരെ നിന്നെ തകർക്കുവാൻ ആഞ്ഞടിച്ചാലും നീ ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയാണോ? ദൈവത്തിന്റെ ആമേൻ ചിറകിനടിയിൽ ആമേൻ ഒളിച്ചിരിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? അവൻ നിന്നെ പരിപാലിക്കും. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ഇസ്രായേൽ നിന്റെ പരിപാലകൻ, ഹല്ലേലൂയ, ആമേൻ. അവൻ നിന്റെ പരിപാലകന, ആമേൻ. മയങ്ങാതവണ്ണം, ഉറങ്ങാതവണ്ണം, ഒരാപത്തിലും നീ തളർന്നു പോകുവാൻ അനുവദിക്കാതവണ്ണം. ഇല്ലേ സഹോദര, ഒത്തിരി ആക്സിഡന്റുകൾ നിന്റെ ജീവിതത്തിനകത്ത് വന്നില്ലേ? നീ വളരെ ആമേൻ അനുഗ്രഹത്തോടെ പടുത്തുയർത്തിയ ബിസിനസ് ഒരു നിമിഷം കൊണ്ട് സകലതും തകർന്നു പോയി. ഒരു നിമിഷം കൊണ്ട് ആമേൻ ദൂതൻ വെട്ടേറ്റതുപോലെ, ആമേൻ, ഹല്ലേലൂയ, നിന്റെ ബിസിനസ്സുകൾ, ആമേൻ, നീ ഉയർച്ചയിലിരുന്ന ബിസിനസ്സുകൾ മുഴുവനും തകർന്നു തരിപ്പണമായി. നീ ഒന്നുകൂടെ ഒന്ന് ഗുണപ്പെടുമെങ്കിൽ, ഒന്നുകൂടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമെങ്കിൽ നിശ്ചയമായി ഒരു ദൂത് നിന്നോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കൈമാറുന്നു. നിശ്ചയമായും നീ എവിടെ തകർന്നോ, നീ എവിടെ താളടിയായി തീർന്നോ, ഒരു വലിയ ഉയർച്ചയിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കരംപിയർച്ച് ഉയർത്തി നടത്തുന്ന ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ അടുക്കലാ നീ നിൽക്കുന്നേ. ആമേൻ, എവിടെ വീണുപോയെന്ന്, എവിടെ തകർന്നു പോയെന്ന് നീ തിരിച്ചറിഞ്ഞോ മുട്ടുമടക്കി ദൈവഭാഗത്ത് മടങ്ങി വരുമെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, കർത്താവ് പറയുന്നു, ആമേൻ, പൊളിഞ്ഞു പോയ ബിസിനസ്സിനെ, ആമേൻ, തകർന്നു പോയ ബിസിനസ്സിനെ, പിശാച് പൊളിച്ചു കളഞ്ഞ ബിസിനസ്സിനെ നീ ഉയർന്നത് ഒരു വലിയ ഉയർച്ചയിലോട്ട് നീ കടന്നു വന്നു. ആമേൻ, ഹല്ലേലൂയ. ഇതുവരെ ആമേൻ ആരും എത്തിപ്പിടിക്കാത്ത, നിന്റെ സഹോദരങ്ങൾ എത്തിപ്പിടിക്കാത്ത, നിന്റെ കുടുംബക്കാർക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കുവാൻ കഴിയാത്ത തരത്തിൽ നീ ഒരു വലിയൊരു ഉയർച്ചയുടെ പന്താവിൽ നീ എത്തിച്ചേർന്നു. പക്ഷെ എത്തിയതിന് ഇരട്ടിയാൽ, ആമേൻ, ഹല്ലേലൂയ, ഒരു കരിമ്പടം വീഴുന്നത് പോലെ, ഒരു പാറ പൊട്ടി പിളർക്കുന്നത് പോലെ, പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായി പാള പിളർക്കുന്നത് പോലെ, ആമേൻ, നിന്റെ ബിസിനസ് തകർന്നു പോയി. കർത്താവ് പറയുന്നു, അത് തകർന്നു പോയിട്ടുണ്ടെങ്കിൽ ആമേൻ പണിയുവാൻ എനിക്ക് കഴിയും. സ്വർഗത്തിലെ അപ്പൻ ഇന്ന് രാത്രി നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. നിന്റെ സാമ്പത്തിക വിഷയത്തിന്റെ മേൽ, ഓ റമന ശേംതേനെ റഖാനഘടകസ്, എനിക്കറിയത്തില്ല ആരോടെ പരിശുദ്ധാത്മാവ് ഒരു ദൂത് കൈമാറുന്നു. ഒരു സാമ്പത്തിക നന്മ കരങ്ങളിൽ ലഭിക്കുവാൻ, നിന്റെ കരത്തിൽ ലഭിക്കുവാൻ നീ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു, വളരെ പ്രതീക്ഷയോടെ ആയിരിക്കുന്നു. ആ നന്മ എൻ്റെ കരത്തിലൊന്ന് കിട്ടിയെങ്കിൽ, ആ നന്മ എൻ്റെ കരത്തിലൊന്ന് കിട്ടിയിരുന്നെങ്കിൽ, ആമേൻ, ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ആ നന്മ നിന്റെ കരത്തിൽ ആമേൻ കർത്താവ് നൽകും. നീ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുക, നീ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുക. ആ നന്മ നിന്റെ കരത്തിൽ വരിക തന്നെ ചെയ്യും. നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ, ജൂഡമന അന്തരാരകൽക്കടകസിയ അതൽ ശമനഘടക ശംതാരകധനഘടകസി, ഇരു മനസ്സുകളെ ഒന്ന് മാറ്റിയാട്ടെ. ഇരു മനസ്സുകളെ ഒന്ന് മാറ്റി ദൈവസന്നിധിയിൽ ആമേൻ മുട്ടുമടക്കുമെങ്കിൽ, നീ ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കുമെങ്കിൽ, ആ നന്മ നിന്റെ കരത്തിൽ ആമേൻ കർത്താവ് നൽകുക തന്നെ ചെയ്യും. ആമേൻ, പിശാച് ഒരു സ്ഥാനത്ത് പറയുന്നുണ്ട്, ആ ഭവനം വിറ്റാൽ, ആ വസ്തു വിറ്റാൽ, ആ നന്മ കൊണ്ട് നിനക്കൊരു ആമേൻ നേട്ടവും ഉണ്ടാകത്തില്ല. നിനക്ക് ആമേൻ ഒരു ആമേൻ കടം തീർക്കാൻ ഞാനത് തരത്തില്ല. പിശാചിന്റെ വാദം പൊളിയും. കർത്താവ് നിന്നെ ഉയർത്തുവാൻ പോകുക. ജൂഡാമന അതൂനബൽ ഘടകരകധനഘടക ശംധാന രകൽക്കടകസിയ, ആമേൻ, ഹല്ലേലൂയ. മറ്റൊരു ദൂത് പരിശുദ്ധാത്മാവ് ഇപ്രകാരം എന്നോട് കൈമാറുന്നു. സ്വന്തമായൊരു വീട് വെച്ചു, ആമേൻ, സ്വസ്ഥമായി ആ വീടിൽ കിടന്ന് ഉറങ്ങുവാൻ കഴിയുന്നില്ല. ആ വീട് വാടകയ്ക്ക് കൊടുത്തിട്ട്, ആമേൻ, നീ ആഗ്രഹത്തോടെ പണിത വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് നീ മറ്റൊരു ഭവനത്തിൽ വ്യാപാരക്കുന്നുണ്ട്. കർത്താവ് പറയുന്നു, ആമേൻ, നീ മടങ്ങി ചെല്ലുക. ദൈവം നിനക്ക് തന്ന ഭൂമി, ദൈവം നിന്നോട് പാർക്കുവാൻ പറഞ്ഞ സ്ഥലം, എന്തിനാ നീ ഭയപ്പെടുന്നത്? നമ്മുടെ കർത്താവ് വലിയവനാണ്. അവൻ ആമേൻ, ആമേൻ, ഹല ഭൂതങ്ങളെ പുറത്താക്കിയവനാണ്. ലഗ്യോനെ പുറത്താക്കിയ ദൈവമാണ്. ആമേൻ, സ്വർഗത്തിലെ അപ്പൻ ഉള്ളിടത്ത് ഒരു പിശാചിനും ഇരിക്കുവാൻ കഴിയത്തില്ല. നിന്റെ വസ്തുവിന്റെ സ്ഥാനമല്ല നീ അറിയേണ്ടത്, നിന്റെ കൂടെ നടക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാ തിരിച്ചറിയേണ്ടത്. നിന്റെ ഭവനം ഇരിക്കുന്ന
ഇരിക്കുന്ന വസ്തുവിന്റെ ആമേൻ വാസ്തുവല്ല നീ അറിയേണ്ടത്, ആ വസ്തുവിന്റെ ഇരിപ്പ് വശമല്ല അറിയേണ്ടത്. ആമേൻ ഹല്ലേലൂയ. സ്വർഗത്തിലെ അപ്പനെ നീ കൂട്ടുപിടിക്കുക. സ്വർഗത്തിലെ അപ്പൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ചൂടാമന ഹദാന റേ തേലകടക ശംദനാരകൾ കടകസി. മനുഷ്യരുടെ വാക്ക് കേട്ട് അവൻ നിന്റെ സ്വന്തം ഭവനം എന്ന വാക്തത്വത്തെ ഇട്ടറിഞ്ഞ് നീ ഇറങ്ങി തിരിച്ചു. കർത്താവ് പറയുന്നു, നിന്റെ സ്വന്തം ഭവനത്തിലാണ് നിന്നെ പാർപ്പിക്കാമെന്ന് പറഞ്ഞത്, വാടക വീടിലല്ല, സ്വന്തം ഭവനത്തിൽ. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ അപ്പൻ നിനക്ക് സ്വന്തമായ ഭവനത്തെ ഈ ദിവസങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് നൽകുവാൻ പോകുക. ജൂഡാമന പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. ദൈവസ്ഥാനത്തിൽ ഉപവസിക്കുവാൻ തയ്യാറാകുക. അവൻ നീ കണ്ടിട്ടില്ലാത്ത, നീ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, നീ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത വലിയ സാക്ഷ്യം നിന്റെ ജീവിതത്തിൽ നീ തിരിച്ചറിയുവാൻ പോകുന്നു. അല്ലയോ മാതാവേ, അവൻ എന്തിനാ ഈ രോഗത്തെ കണ്ട് നീ ഭയപ്പെടുന്നത്? എന്തിനാ ഈ ചെറിയൊരു പ്രശ്നത്തെ കണ്ട് നീ ഭയപ്പെടുന്നത്? ആമൻ പിശാചിന് ആമൻ ചെറിയ ചെറിയ ആമൻ ഹല്ലേലൂയ ഭീഷണി മുഴക്കുവാനേ പറ്റത്തുള്ളൂ. ആമൻ പിശാചിന്റെ തന്ത്രങ്ങൾ നമ്മൾ അറിയാത്തവരല്ല. ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രങ്ങളെ ഇന്ന് രാത്രി വലിച്ചെറിയുവാൻ തയ്യാറാകുക. അടുത്തൊരു സ്ഥാനത്തിലേക്ക്, അടുത്തൊരു ലെവലിലേക്ക് നിന്റെ ജീവിതം മാറുവാൻ പോകുന്നു. നിന്റെ തലമുറയുടെ ലൈഫ് ആമേൻ നിനക്ക് പ്രതീക്ഷിക്കുവാൻ പറ്റാത്ത തരത്തിൽ നിന്റെ ലെവൽ മാറുവാൻ പോകുന്നു. നിന്റെ ആത്മീക ജീവിതത്തിന്റെ ലെവൽ മാറുവാൻ പോകുന്നു. നിന്റെ ശുശ്രൂഷയുടെ ലെവൽ മാറുവാൻ പോകുന്നു. ജൂഡാമന അന്തന രകൽക്കടകസി. പിശാചിട്ട അന്തരങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വെട്ടിമാറ്റുകയാ. ജൂഡാമന അഥനകടക ശംദനാരകൽക്കടകസി റേഥേലകടക ശംദനാരകൾ. പ്രാർത്ഥിച്ചു ജോലി മേടിച്ചു, പക്ഷെ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ ജോലി ചെയ്യുവാൻ കഴിയുന്നില്ല, അവിടെ ഒന്ന് നിൽക്കുവാനും പോലും കഴിയുന്നില്ല. വല്ലാത്ത പ്രഷറിങ്, വല്ലാത്തൊരു ആമേൻ ശാരീരിക അസ്വസ്ഥത. ആമേൻ പിശാച് നിന്നെ തകർക്കുവാനാണ് വെല്ലുവിളിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. ആമേൻ നിന്നെ അവിടെ നിർത്തുവാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് നിൽക്കുന്ന ചില പൈശാചിക ബന്ധനങ്ങൾ ഇന്ന് രാത്രി മാറിപ്പോകുന്ന കൃപയ്ക്കായി. ജൂഡാബന അന്ധനാരകൾ കടക രഗതനകടകസി. നമ്മളിവിടെ വായിച്ചു കേട്ടു സങ്കീർത്തനങ്ങളുടെ പുസ്തകം 127 അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. ആമേ അവസാന ഭാഗം. തന്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭക്തനായ ശലോമോന് പറയുവാൻ കഴിയും, ആമേൻ തന്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കും. ആമേൻ ഹല്ലേലൂയ. ഭക്തന് വേണ്ടത് ആമേൻ സ്വർഗത്തിലെ ദൈവം ഉറക്കത്തിൽ കൊടുക്കുന്ന ദൈവമാണ്. അതേ പ്രിയ മാതാവേ, പ്രിയ പിതാവേ, എൻ്റെ കുഞ്ഞ് ആമേൻ സഹോദരങ്ങളെ, നിങ്ങളോട് പറയട്ടെ, എൻ്റെ കർത്താവ് നിനക്കത് തരുമെന്ന്. ഹല്ലേലൂയ. ആരൊക്കെയോ പ്രതീക്ഷയോടെ ഏതൊക്കെയോ വിഷയത്തിൻ്റെ മേൽ കരയുന്നുണ്ട്, എനിക്കത് കിട്ടുമോ, എനിക്കത് പ്രാപിക്കുവാൻ കഴിയുമോ, ആ രാജ്യത്തിലേക്ക് എനിക്ക് കടക്കുവാൻ കഴിയുമോ, എനിക്ക് നല്ലൊരു ഭാവി കിട്ടുമോ, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് തീർത്ത് കിട്ടുമോ, എൻ്റെ ആവശ്യങ്ങൾ ആമേൻ സ്വർഗത്തിലെ അപ്പൻ നിറവേറ്റി തരുമോ, എൻ്റെ പ്രശ്നത്തിന് എൻ്റെ അപ്പനൊരു പരിഹാരം നൽകുമോ, ഞാൻ എങ്ങനെ മുൻപോട്ട് കടന്നു പോകും? സ്വർഗത്തിലെ അപ്പൻ പറയുന്നു, തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ അപ്പൻ നിനക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടത്. ജൂഡാമന ഹതനഘടകശ. നീ വിശ്വാസത്തോടെ ഭവനത്തിന് പണി തുടങ്ങി. ആമൻ നീ വിശ്വാസത്തോടെയാണ് തുടങ്ങിയതെങ്കിൽ, നീ പ്രത്യാശയോടെ തുടങ്ങിയതാണെങ്കിൽ, നീ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവം പറഞ്ഞിട്ട് നീ തുടങ്ങിയതാണെങ്കിൽ നിശ്ചയമായും പൂർത്തീകരണം സംഭവിക്കും. പ്രൈസ് ഫാമിൽ കേൾക്കുന്ന ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. പ്രാർത്ഥനയോടെ ആരംഭിച്ച ഒത്തിരി ഭവനത്തിന്റെ പണികൾ ആമൻ വർഷങ്ങളുടെ ആമൻ ഹല്ലേലൂയ കണക്ക് പറയുവാനുണ്ട്. ഭവനത്തിന്റെ പേസ്മെന്റ് തുടങ്ങിയിട്ട് ചുമരുകൾ കെട്ടിയിട്ട് പൂർത്തീകരിക്കാൻ കഴിയാതവണ്ണം, കയറി താമസിക്കുവാൻ കഴിയാതവണ്ണം, ഒറ്റയ്ക്കും വാടകയ്ക്കും ഒക്കെ ആമേൻ പാക്കപ്പായ ഒത്തിരി പേർ ആമേൻ പ്രാർത്ഥനയുടെ കരം കേട്ട പ്രിയ ദൈവമക്കളെ, ഒത്തിരി പേർക്ക് സ്വർഗത്തിലെ അപ്പൻ സ്വന്തമായ ഭവനം എന്ന വാഗ്ദത്തം നൽകി. ആമേൻ തന്റെ ഭക്തനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. അതേ നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് ആമൻ ഒരു പരിധിയില്ലാതെ, അത് രാവെന്നോ പകലെന്നോ ആമേൻ ഹല്ലേലൂയ നല്ല സമയമെന്നോ ചീത്ത സമയമെന്നോ നമുക്കില്ല. സ്വർഗത്തിലെ ദൈവം നൽകിയതെല്ലാം നല്ല സമയമാണ്. സ്വർഗത്തിലെ അപ്പൻ സൃഷ്ടിച്ച സകലതും നല്ലതാണ്. അവൻ ആമേൻ ഹല്ലേലൂയ കൊള്ളരുതാത്തതായി ഒന്നിനെയും സൃഷ്ടിച്ചില്ല. അവന്റെ സാദൃശ്യത്തിൽ അവന്റെ രൂപപ്രകാരം നമ്മളെ ഓരോരുത്തരെയും കർത്താവ് സൃഷ്ടിച്ചു. നമ്മൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാ കേട്ടോ, നമ്മൾ ഏറ്റവും മാനിക്കപ്പെടുന്നവരാ കേട്ടോ. സ്വർഗത്തിലെ അപ്പൻ സമ്പന്നനാണെങ്കിൽ ആ അപ്പന്റെ മക്കളാ നമ്മൾ. അപ്പൻ കോടിപതിയാണെങ്കിൽ ആമൻ ആ അപ്പന്റെ ആമൻ പങ്ക് നമുക്കുണ്ട്, ആ അപ്പന്റെ ഓഹരി നമുക്കുണ്ട്. ഇന്ന് രാത്രിയിലും ഒന്നുമില്ലെന്ന് കരയുന്ന ആരൊക്കെയോ ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. സ്വന്തമായി ഭവനമില്ല, പണമില്ല, ആമേൻ ആരുമില്ല, സഹായിപ്പാൻ ആരുമില്ല. ആമേൻ ലോകം തള്ളിക്കളയട്ടെ, ലോകം നമ്മളെ ഉപേക്ഷിക്കട്ടെ, ലോകപ്രകാരമായ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഉപേക്ഷിക്കട്ടെ, പക്ഷെ തള്ളിക്കളയാത്ത ഒരുവനുണ്ട്, സമ്പന്നനായ ഒരുവനുണ്ട്. അവന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നമുക്കുണ്ട്.
ഹല്ലേലൂയ. ആ ധനവും മാനവും പുരാതന സമ്പത്തും ലോകത്തിലെ ഒരു മനുഷ്യനും കവർന്നു കൊണ്ടുപോകുവാൻ കഴിയത്തില്ല. സ്വർഗത്തിലെ അപ്പൻ നമുക്ക് നിക്ഷേപങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കില്ല, ഞാൻ ആരുമില്ലാത്തവനാണ്, ഞാൻ ആരുമില്ലാത്തവളാണ്, എനിക്ക് ഈ ലോകത്ത് അംഗീകാരം തരുവാൻ ആരുമില്ലെന്ന് നീ കരയുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ലോകം തരുന്ന അംഗീകാരം നീ ലോകത്തിൽ നിന്ദിക്കപ്പെടും. പക്ഷേ സ്വർഗത്തിലെ അപ്പൻ ഒരു അംഗീകാരം തന്നാലുണ്ടല്ലോ, സ്വർഗത്തിലെ അപ്പൻ യോഗ്യത തന്നാലുണ്ടല്ലോ, പിന്നെ ആരുടെ മുമ്പിലും ആ യോഗ്യത അടിയറ വയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. തന്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് പറയുവാനൊരു 100 സാക്ഷ്യമുണ്ട്. 100 കണക്കിന് സാക്ഷ്യങ്ങളുണ്ട്. തന്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടുന്നതൊക്കെയും ഒരുക്കി തരുന്ന കർത്താവ്, നമുക്ക് വേണ്ടുന്നതൊക്കെയും ഹല്ലേലൂയ ഹല്ലേലൂയ ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്നു തരുന്നൊരു കർത്താവ്. മറ്റുള്ളവർക്കൊരു പരിഹാസമായിരിക്കും, മറ്റുള്ളവർക്കൊരു നിന്ദയായിരിക്കും. പക്ഷേ ഞാൻ പറയട്ടെ, സ്വർഗത്തിലെ ദൈവം ഒരുക്കി തരുന്നത് അങ്ങനെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ മൂത്ത കുഞ്ഞുമായി ഞങ്ങൾ ശ്രീചിത്ര മെഡിക്കൽ കോളേജിൽ ചെക്കപ്പിന് കടന്നു പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമേ, അവിടെ ചെല്ലുമ്പോൾ ഒത്തിരി പൈസയാകും. ഞങ്ങൾക്ക് ഏകദേശം ഒരു 8,000 രൂപയെങ്കിലും ഇല്ലാതെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിൽ ഏകദേശം ഒരു 10 വർഷത്തിന് മുമ്പേ ഞങ്ങൾക്ക് അവിടെ ചെല്ലുവാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസയും ഇല്ല, വെറും 500 രൂപ. അതെന്റെ പാരൻസ് തന്ന 500 രൂപയുമായി അടുത്ത ദിവസം ചെക്കപ്പാണ്. തലേ ദിവസം രാത്രി 10 മണിയാകുന്നു. ഈ 500 രൂപയല്ലാതെ കയ്യിൽ മറ്റൊരു നന്മയുമില്ല. എന്തു ചെയ്യണം, ഏത് ചെയ്യണം? നാളെ കുഞ്ഞിനെ ഡോക്ടർ അടുത്ത ചെക്കപ്പിന് കൊണ്ടുപോയില്ലെങ്കിൽ ഇനി ഒരു വഴിയുമില്ല. പിന്നെ നമുക്ക് ഇനി അപ്പോയിന്റ്മെന്റ് എടുക്കണമെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടേ പീഡിയാട്രിക് കാർഡിയോളജി ഡോക്ടറെ കാണാൻ പറ്റത്തുള്ളൂ. അയ്യോ, എങ്ങനെയാ റിവ്യൂ ഓപ്പിൽ എത്തും? എങ്ങനെ ചെക്കപ്പുകൾ ചെയ്യും? ഞങ്ങൾ അവിടെ ചെന്നാൽ ലജ്ജിക്കപ്പെട്ടു പോകുമോ? ഞങ്ങൾ വളരെ ഭാരത്തോടെ ഞാനും പാസ്റ്ററുമായി മുഖത്തോട് മുഖം നോക്കി പരസ്പരം കരയുവാനിടയായി. ഞങ്ങൾ ലജ്ജിക്കപ്പെട്ടു പോകുമോ? അപ്പാ, നിന്റെ നാമവുമായി ഞങ്ങൾ ഇറങ്ങിത്തിരിച്ച് ഞങ്ങൾ പരിഹസിക്കപ്പെട്ടു പോകുമോ? വളരെ നിരാശയും വളരെ ഭാരവും ഞങ്ങളുടെ ജീവിതത്തിൽ തോന്നി. എങ്കിലും ഹല്ലേലൂയ, ഞങ്ങൾ അന്ന് രാവിലെ ഒരുമിച്ച് കരം കോർത്ത് ഞങ്ങൾ വായിച്ച വാക്യം ഇതാണ്: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഇവിടെ നിന്ന് ഞങ്ങൾ ബൈക്കിൽ മഴ നനഞ്ഞ് ഞങ്ങൾ യാത്ര ചെയ്ത് ഹോസ്പിറ്റലിന്റെ വരാന്തയിലെത്തി. ഹോസ്പിറ്റലിൽ ചെന്നു. ഹല്ലേലൂയ. ഫസ്റ്റ് അവരൊരു പേപ്പർ എഴുതി എടുത്ത് ഞങ്ങളെ കാണിച്ചിട്ട് പറഞ്ഞു, ഈ പേപ്പർ ഫില്ല് ചെയ്ത് കൊടുക്കാൻ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ആ റിസപ്ഷനിൽ നിന്ന് സിസ്റ്ററോട് പറഞ്ഞതാണ്, സിസ്റ്ററെ ഞാനൊന്ന് ഡേറ്റ് ഒന്ന് നമ്മുടെ ടോക്കൺ എടുത്തിട്ട് വരട്ടെ. EMI പോയി ഒന്ന് ടോക്കൺ എടുത്ത് നമ്മുടെ ഫയൽ ഒന്ന് അവിടെ ഒന്ന് ഡോക്ടറെ ഫ്രണ്ടിൽ ഈ ഫയൽ ഓപ്പൺ ചെയ്താൽ മാത്രമേ പൈസ അടച്ച് ഫയൽ ഓപ്പൺ ചെയ്താൽ മാത്രമേ ഡോക്ടർ എടുത്ത് ഞങ്ങൾക്ക് 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ചെല്ലാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, അത്രയും ടൈം, ഞാൻ ഈ ഫില്ല് ചെയ്യുന്ന ടൈം ഒത്തിരി പേർ എൻ്റെ മുൻപിൽ ഓടിപ്പോകും. അപ്പോൾ ഞാനൊന്ന് ഈ പൈസ ഒന്ന് അടച്ചിട്ട് വരട്ടെ. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞത് ഇതാണ്: ഹല്ലേലൂയ, നിങ്ങൾക്ക് പൈസ അടയ്ക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു വഴിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് നീട്ടിയത്. ഞാൻ എടുത്ത് നോക്കുവാനിടയായി. ഹല്ലേലൂയ. ഒരു താലോലം പദ്ധതി 18 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ചികിത്സയാ. ഞാൻ കർത്താവിന് 100 നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. തന്റെ ഭക്തനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. അതിന്റെ ഒരു സാക്ഷ്യമാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ചെറിയ സാക്ഷ്യമാണ്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം ഒന്നിനും ഗതിയില്ലാതിരുന്ന ഞങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം മുഖത്തോട് മുഖം നോക്കി കരയാനല്ലാതെ പരസ്പരം പരിഭവം പറയാനല്ലാതെ മറ്റൊന്നുമില്ല. ഹല്ലേലൂയ. കുഞ്ഞൊരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ വാങ്ങിച്ചു കൊടുക്കാനുള്ള പൈസ പോലുമില്ല. എന്ത് ചെയ്യും? മാതാപിതാക്കളുടെ മുമ്പിൽ നാണം കെട്ടു. ഡോക്ടറിന്റെ മുമ്പിലും നാണം കെടുമോ? ആ ഹോസ്പിറ്റലിൽ പോയി നാണം കെടുമോ? അങ്ങനെ ഭാരപ്പെട്ടിരുന്ന സമയം ആ പേപ്പർ ഫില്ല് ചെയ്ത് ഞാൻ ആ സിസ്റ്ററെ ഏൽപ്പിച്ചു. താനൊരു ടോക്കൺ എൻ്റെ കയ്യിൽ തന്നു. EMRൽ പോയി ഫയൽ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോഴും എനിക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. ഞാൻ വിചാരിച്ചു, ഹല്ലേലൂയ, അവിടെ പൈസ കൊടുക്കേണ്ടി വരുമായിരിക്കും, അല്ലെങ്കിൽ പകുതി പൈസയെങ്കിലും കൊടുക്കേണ്ടി വരുമായിരിക്കും. പ്രിയ ദൈവമക്കളെ, അവിടെ ചെന്ന് ഞങ്ങളുടെ തുണ്ട് കൊടുത്തപ്പോൾ അവർ ഒരു തുണ്ട് സീൽ ചെയ്ത് തന്നിട്ട് പറഞ്ഞു, ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. റിവ്യൂ ഒപ്പിയുടെ അവിടെ പോയി വെയിറ്റ് ചെയ്താൽ മതി. ഹല്ലേലൂയ. കർത്താവ് എത്ര നല്ലവനാണ്. 500 രൂപയ്ക്ക് ഗതിയില്ലാത്തവനെന്ന്, 500 രൂപയ്ക്ക് ഗതിയില്ലാത്തവളെന്ന് ഞങ്ങൾ നിന്ന കേട്ടിട്ടാ പോയേ. പക്ഷെ സ്വർഗത്തിലെ അപ്പൻ ഞങ്ങൾക്ക് കടക്കാരനല്ല. അവൻ ആർക്കും കടക്കാരനല്ല. അവൻ ആർക്കും ബാധ്യതയല്ല. തന്റെ ഭക്തൻ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങളെ
ആമേൻ ഹല്ലേലൂയ കുഞ്ഞിനെ അടുത്ത് കൊണ്ടുപോകുവാനുള്ള ഒരു വഴി ഞങ്ങൾക്ക് തുറക്കുന്നത് വരെയും ഇന്ന് ഞങ്ങൾക്ക് പോകുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഞങ്ങൾക്ക് ചെക്കപ്പിനൊക്കെ പൈസയാവും ആമേൻ ഹല്ലേലൂയ എന്നാലും അത് ഞങ്ങൾക്ക് കർത്താവ് വേണ്ടത് കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കുന്നുണ്ട്. പക്ഷെ ഒരു സമയത്ത് ഞങ്ങൾ പരീക്ഷ ആമേൻ അനുഭവിക്കേണ്ടി വന്നു. ആ പരീക്ഷയിലും പതറാതെ വണ്ണം കഷ്ടതയിലും പതറാതെ വണ്ണം വിശ്വാസത്തോടെ ദൈവത്തിന്റെ വചനവും വായിച്ചാൽ ഞങ്ങൾ കടന്നുപോയത് അവൻ നിങ്ങൾക്കായകയാൽ കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും വിട്ടുകൊള്ളുവിൻ. ഇന്ന് രാത്രിയിലും ആമേൻ ആരോടൊക്കെ പറയുന്നൊരു ദൂത പലപ്പോഴും ചിന്ത നീ കർത്താവിന് വിട്ടുകൊടുക്കാത്തത് കൊണ്ട് നിന്റെ ആവശ്യം നീ കർത്താവിന് വിട്ടുകൊടുക്കാത്തത് കൊണ്ട് നിന്റെ സകല ഭാരവും ആമേൻ നീ പിടിച്ചു വെക്കാതെ അതിനെ സ്വർഗത്തിലെ അപ്പന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഇറക്കി കൊടുക്കുക. എന്നിട്ട് നീ വിശ്വാസത്തോടെ അതിൽ കാൽ വെക്കുക. നിനക്ക് വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഇസ്രായേൽ മക്കൾ വിശ്വാസത്തോടുകൂടെ ചെങ്കടലിൽ കാൽ വെച്ചപ്പോൾ ആ ചെങ്കടൽ വിഭാഗിച്ചുവെങ്കിൽ ഓ റമന ശേംതേനെ റീഥാലഘടകസി അടഞ്ഞു കിടക്കുന്ന സകല നന്മയുടെ വാതിലുകളും തന്റെ ഭക്തന്മാർക്ക് ഉറക്കത്തിൽ കൊടുക്കുന്ന ദൈവം എന്നെയും നിന്നെയും മാനിക്കുവാൻ എന്റെയും നിന്റെയും ആവശ്യം അറിഞ്ഞ് ആമേൻ അവൻ ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് നിനക്ക് സ്ഥലം പോരാതവണ്ണം സ്വർഗത്തിലെ അപ്പൻ നന്മകളെ തരും. വിശ്വസിക്കുവാൻ തയ്യാറാണോ? വിശ്വസിക്കുവാൻ തയ്യാറാണോ? ഏറ്റെടുക്കുവാൻ തയ്യാറാണോ? നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആമേൻ ഭക്തനായ നിനക്ക് വേണ്ടി റമാന ശേംതേനെ അടകതരകടക ശബ്ദനാരകൾ കടകസി നിനക്ക് വേണ്ടുന്നത് ഒരുക്കി തരുന്ന ദൈവം ആമേൻ. അങ്ങനെ നൂറുകണക്കിന് സാക്ഷ്യം പറയുവാനുണ്ട്. എന്തൊക്കെ ആവശ്യമുണ്ടോ, എന്തൊക്കെ ഇന്ന് വരെ ജീവിതത്തിലൊക്കെ ആവശ്യം വന്നിട്ടുണ്ടോ, ആ ആവശ്യങ്ങൾക്കൊക്കെയും മനുഷ്യരുടെ മുഖത്ത് നോക്കി അല്ല കരയേണ്ടി വന്നത്, സ്വർഗത്തിലെ അപ്പന്റെ മുഖത്ത് നോക്കി കരയുവാനിടയായി. അർദ്ധരാത്രികൾ മുഴങ്കാലുകൾ മടക്കി സ്വർഗത്തിലെ അപ്പനോട് കരഞ്ഞപ്പോൾ ആമേൻ തെക്ക് നിന്നും വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നോ സ്വർഗത്തിലെ ദൈവം നന്മകളെ തുറന്നു. ജൂഡാമന ഹംദന ഹദാനഘടക ശബ്ദനാരകൾ കടകസി മാനിക്കുന്ന ഒരു ദൈവത്തിന്റെ അടുക്കല ഞാൻ നിങ്ങളായിരിക്കുന്നത്. അതുകൊണ്ട് ആവശ്യങ്ങൾ സ്വർഗത്തിലെ അപ്പനോട് സമർപ്പിക്കുക. ആമേൻ. ആവശ്യങ്ങൾ മനുഷ്യരോടല്ല പറയേണ്ടത്, ആവശ്യങ്ങൾ മനുഷ്യരോടല്ല ചോദിക്കേണ്ടത്. നിനക്കൊരാവശ്യം വന്നാൽ, നിനക്കൊരു പ്രശ്നം വന്നാൽ ആമൻ ആദ്യം പറയേണ്ടത് സ്വർഗത്തിലെ അപ്പനോടാണ്. ആമൻ മനുഷ്യരോട് പറഞ്ഞാൽ നിന്നെ കളിയാക്കും, നിനക്കൊരാശ്വാസ വാക്ക് പറയത്തില്ല. ആമേൻ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞാലും ആമൻ മാറിയിരുന്ന് 4 പേരോട് പറഞ്ഞ് നിന്നെ പരിഹസിച്ച് പുച്ഛിക്കുന്നവരുടെ മുമ്പിലാണ് നീ ഇരിക്കുന്നത്. പക്ഷെ സ്വർഗത്തിലെ അപ്പനോടൊന്ന് പറയുവാൻ തയ്യാറാകുക. നീ ഏത് വിഷയത്തിന്മേൽ പ്രശ്നത്തിലായാലും ജൂഡാമന അധനഗതകതനഘടക ശബ്ദനാരകൾ കടകസ്. എനിക്കറിയത്തില്ല, ഒരു സഹോദരി ആമൻ രാജ്യത്തിന്റെ ഏതോ ഒരു കോണിലിരുന്ന് ആത്മഹത്യക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു. നിന്റെ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം കാണുവാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് എന്തിന് എന്നെ നീ മരിക്കുവാനാണോ ഈ പ്രശ്നത്തിനകത്ത് കൊണ്ടിട്ടത്? നോ 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 നോ, നിന്നെ മരിക്കുവാനല്ല. ഈ പ്രശ്നത്തിലൂടെ നീ കടന്നുപോയത് വലിയൊരു അനുഭവത്തിലൂടെയാ. ഇതുപോലെ കഷ്ടതയിൽ കിടക്കുന്ന ചിലരെ കരം പിടിച്ചുയർത്തുവാൻ ജൂഡാമന ഹദാനഘടക ശംദാരകതനഘടകസി. ഈ കഷ്ടത ഒന്നിന്റെയും അവസാനമല്ല, ചിലതിന്റെയൊക്കെ തുടക്കമാണ്. ജൂഡാമന ഹംദരാരകൾ കടകസി. ജോലിയില്ലാതെ ചില മാസങ്ങൾ കൊണ്ട് നീ കരയുന്നുണ്ട്. ഇതിനാണോ കർത്താവേ ഈ മരുഭൂമിയുടെ അനുഭവം എൻ്റെ ജീവിതത്തിനകത്ത് നീ കൊണ്ടിട്ടത്? നീ പറഞ്ഞിട്ടല്ലയോ ഞാൻ ഇങ്ങോട്ട് വന്നത്? എനിക്ക് എന്നിട്ടും എന്തേ ഒരു ജോലിയില്ലാത്തത്? നീ ആമൻ ദൈവസ്ഥനിൽ ഒഴുക്കിയ ഓരോ തുള്ളി കണ്ണുനീരിനും ആമൻ നീ ആരുടെ മുമ്പിൽ ലജ്ജിക്കപ്പെട്ട് പോകത്തില്ല, നീ ആരുടെ മുമ്പിൽ പരിഹസിക്കപ്പെട്ട് പോകത്തില്ല. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ജൂഡാമന ഹദാന റേഥേലഘടക ശബ്ദനാരകൾ കടകസിയ അധരം ധരേതകൾ കടകസി. തൻ്റെ ഭക്തനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്ന. ആരൊക്കെ CV അയച്ചെന്നല്ല, ആരൊക്കെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തെന്നല്ല, തൻ്റെ ഭക്തന് അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. എനിക്കറിയത്തില്ല ആർക്കൊക്കെയോ ചില മെയിലുകൾ വരുവാൻ പോകുക, ആർക്കൊക്കെയോ ചില ജോലികളെ പരിശുദ്ധാത്മാവ് നൽകുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. അതേ സഹോദര, അതേ സഹോദരി, നിനക്ക് ആ ജോലി സ്വർഗത്തിലെ അപ്പൻ നൽകുവാൻ പോകുക. ജൂഡാമന അഥാന റേഥേലഘടകസി. കണ്ണുകളടച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. മഹാപരിശുദ്ധന് നിത്യന് നീതിമാനുമായ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. ഇന്ന് രാത്രിയിലും ഒരുമിച്ചപ്പൻ്റെ സന്നിധിയെ കടന്നു വരുന്നു. വിവിധ പ്രശ്നങ്ങളുടെ മധ്യ ഭാരത്തിലും പ്രയാസത്തിലും ഞെരുക്കത്തിലും കണ്ണുനീരിലും വേദനയിലും കൂടെ ഈ ജനം കടന്നു പോകുന്നു. സ്വർഗത്തിലെ അപ്പനെ, ഇവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം സ്വർഗത്തിലെ അപ്പൻ നൽകണമേ. ഇവരുടെ രോഗങ്ങൾ മാറിപ്പോകട്ടെ, ഇവരുടെ ഞെരുക്കങ്ങൾ മാറിപ്പോകണം, കുടുംബജീവിതത്തിലെ തകർച്ചകൾ മാറണം, ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണമേ അപ്പാ. കഷ്ടതയിലും പ്രയാസത്തിലും വേദനയിലും ദുഃഖത്തിലും കണ്ണുനീരിലുമായിരിക്കുന്ന ഇവർക്ക് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണം. ഉദരഫലമില്ലാത്തവർക്ക് ഉദരഫലം നൽകണം. മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളിലും
ഉറക്കം നഷ്ടപ്പെട്ട് ആമേൻ ഹല്ലേലൂയ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് കിടക്കുന്നവർ പുറത്തു വരട്ടെ കർത്താവേ. സ്വർഗ്ഗത്തിലെ ദൈവം അത്ഭുതങ്ങളും വഴികളും വിശാലതകളും നൽകി മാറിക്കും യേശുവിൻ നാമത്തിൽ പിതാവേ ആമേൻ. നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നു, സ്ക്രീൻ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക. വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര്, സ്ഥലം, പ്രാർത്ഥനാ വിഷയം വാട്സാപ്പിൽ മെസ്സേജ് എടുക്കുക. കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളിലും നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. രാവിലെ 11:30 മണി മുതൽ 1 മണി വരെ ലൈവിൽ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും നമുക്ക് സഭാരാധനയുണ്ട്. രാവിലെ 10 മണി മുതൽ 12 മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കുവാനായിത്തിന് പ്രത്യേക അറിയിപ്പുള്ളത്. ഞങ്ങളെ കാണുവാൻ വരുന്നവർ ദയവായി നിങ്ങൾ വിളിച്ചിട്ട് കടന്നു വരിക. ഞങ്ങൾ താമസിക്കുന്നത് വെള്ളനാട് ചർച്ചാണ്, കാക്കാമൂല. ഞങ്ങൾ ചർച്ചിലല്ല താമസിക്കുന്നത്, നിങ്ങളത് ശ്രദ്ധിക്കുക. ചർച്ചിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി 2 റൂട്ട് പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ റൂട്ട് മറ്റ് ജില്ലകളിൽ നിന്നും തിരുവനന്തപുരം ഭാഗത്തു നിന്നും നെടുവങ്ങാട് ഭാഗത്തു നിന്നും കടന്നു വരുന്നവർ ശ്രദ്ധിക്കുക. കിഴക്കേക്കോട്ട വന്നിട്ട് കോവളം ബസ് സ്റ്റാൻഡിനടുത്ത് വന്ന് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമൂല വഴി പെരിങ്ങമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമൂല ജംഗ്ഷനിൽ ഇറങ്ങുക. ഇല്ലെങ്കിൽ തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമൂല വഴി നെയ്യാറ്റിങ്കര പോകുന്ന ബസ്സിൽ കയറി കാക്കാമൂല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേക്ഷർ ഫാമിലിക്ക് കടന്നു വരിക. നെയ്യാറ്റിങ്കര ഭാഗം, തമിഴ്നാട് ഭാഗം, കാഞ്ഞിരംകുളം ഭാഗത്ത് നിന്ന് പ്രേക്ഷർ ഫാമിലിക്ക് കടന്നു വരുന്നവർ നെയ്യാറ്റിങ്കര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമൂല വഴി കിഴക്കേക്കോട്ട പോകുന്ന ബസ്സിൽ കയറി നിങ്ങൾ കാക്കാമൂല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേക്ഷർ ഫാമിലിക്ക് കടന്നു വരിക. ഈ മെസ്സേജ് അനുഗ്രഹമാണെങ്കിൽ അനേകരിലേക്ക് ഷെയർ ചെയ്യുക. ആമേൻ. ഗോഡ് ബ്ലസ് യു. പ്രേക്ഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേക്ഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേക്ഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രേക്ഷർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.